ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 51.75 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. $23,632.90 ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പ്രീവിയസ് ഡേ വന്നിട്ടുള്ള ഒരു ഡേ ഹൈ ലെവലിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പ്രൈസ് റിജക്ഷനാണ് നമുക്ക് കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും കാണുന്നത്. പ്രീമിയം ഡിക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എൻട്രീസിനായിട്ട് വെയിറ്റ് ചെയ്യാം. $23,800 കോൾ ഓപ്ഷൻ ഓപ്പൺ ലോ ആണ്. ഓപ്പൺ ഹൈയിലാണ് 23,350 പുട്ട് ഓപ്ഷൻ. നമുക്കൊരു മൊമെൻ്റാണ് സ്പോട്ടിൽ കാണുന്നത്, പക്ഷെ ആ ഒരു മൊമെൻറ്റം ഓപ്ഷനിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 23,700 ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൾ ഓപ്ഷൻ ഇപ്പോഴാണ് ഇന്നലെ വന്നിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ എത്തിയിട്ടുള്ളത്. അതേസമയം ഇന്നലത്തെ ഒരു ഡേ ഹൈ ലെവൽ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ നമുക്ക് എൻട്രീസ് ഒന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. സ്പോട്ടിൽ നമുക്ക് നല്ലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ടെങ്കിലും കോൾ ഓപ്ഷനിലൊരു ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു നല്ലൊരു ഡൗൺഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എൻട്രി ഉണ്ട്. ഓക്കെ, നമ്മളൊരു പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്ത് 140 ആണ് ആവറേജ് പ്രൈസ്. 2 ലോട്ട് എടുത്തിട്ടുണ്ട്. 141 ആവറേജ് പ്രൈസ്. നല്ലൊരു മൊമെൻറ്റമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
ഡേ ലോ സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ട് കോൾ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു റിവേഴ്സൽ സൈൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പുൾ ബാക്ക് വന്നിട്ടില്ല. പുൾ ബാക്കിന് ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴും പുൾ ബാക്ക് വന്നിട്ടില്ല. മേ ബി പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞ ശേഷം ആഡ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഡേ ലോ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ മേ ബി ഒരു പുൾ ബാക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു എൻട്രി കൂടി ഉണ്ട്. നമ്മൾ ഓൾറെഡി 140 എടുത്തുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് കൺഫേം ആവാതെ എടുക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അറൗണ്ട് 135 തന്നെയാണ് നെക്സ്റ്റ് എൻട്രിയും വന്നിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് ആ ഒരു എൻട്രി അവോയ്ഡ് ചെയ്യാം. ഓൾറെഡി 2 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാം. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് പുട്ട് ഓപ്ഷനിൽ 140 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്പൈക്ക് കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ട്രേഡ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. കുറച്ച് റിസ്കി ട്രേഡാണിത്. പുൾ ബാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആസ് ഓഫ് നൗ ഒരു റിസ്കി പൊസിഷനിൽ തന്നെയാണ് നമ്മളുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആവറേജ് പ്രൈസ് 141.10 141 ആണ്. നല്ല മൊമെൻറ്റം വരികയാണെങ്കിൽ ക്വിക്ക് പോയിൻറ്റ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ട്രേഡിൽ. ഇപ്പോൾ ഒരു സപ്പോർട്ടിലാണ് സ്പോട്ട് ലെവലിൽ നിൽക്കുന്നത്. യെസ്, ഒരു ഫോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുട്ട് ഓപ്ഷൻ കൺഫേം ആയിട്ടില്ല നമ്മുടെ ഒരു എൻട്രി. അതുകൊണ്ട് തന്നെ ഞാൻ പ്രീവിയസ് എൻട്രി അവോയ്ഡ് ചെയ്തു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇപ്പോൾ 1500 റുപ്പീസിൻ്റെ ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രോപ്പറായിട്ടൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ മാത്രമേ അടുത്തൊരു അഡീഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു പുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി ഒരു റിവേഴ്സലാവാനുള്ള ചാൻസസ് ഉണ്ട് പുട്ട് ഓപ്ഷനിൽ. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ 2K ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ലോട്ട്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ലെവലിലേക്കാണ് പുൾ ബാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു റീടെസ്റ്റ് അല്ലെങ്കിൽ ഒരു അപ്പ് മൂവ് നമുക്ക് പുട്ട് ഓപ്ഷനിൽ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അഡീഷൻ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാം. ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുവരെ വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഡേ ഹൈയിലേക്ക് വന്നു ഓൾറെഡി. അവിടെ നിന്നും ഒരു നമ്മുടെ പൊസിഷൻ 2000 റുപ്പീസ് ലോസിലാണ്. ഡേ ലോ റീടെസ്റ്റ് ചെയ്തു പുട്ട് ഓപ്ഷൻ. ഇപ്പോൾ നമ്മുടെ കൺഫർമേഷനിലാണ് ഒരു പ്രോബ്ലം പറ്റിയത് ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡ്. ഇപ്പോൾ ഡേ ലോ ഒന്ന് ഒരു ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ ആസ് ഓഫ് നൗ കൂടുതലായിട്ടൊന്നും പറ്റിയിട്ടില്ല. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓൾമോസ്റ്റ് ഇതൊരു 135 ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 125 ലെവലിൽ നിന്നു. അപ്പോൾ അതിനുശേഷം ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നും ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. മേ ബി 140 ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൊമെൻറ്റം കിട്ടും.
അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്തായാലും. ഒരു റിസ്കി പൊസിഷനാണിത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ലൊരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മളിത് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ ഓൾമോസ്റ്റ് കോസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ഡൗൺഫോൾ വരികയാണെങ്കിൽ നമുക്ക് ഇതൊരു നല്ല പ്രോഫിറ്റ്സിലേക്ക് റൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ബട്ട് നമുക്ക് 140 ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യാം. റൈറ്റ് അവേ അതെടുത്ത് ഒരു സ്പൈക്ക് വരികയാണെങ്കിൽ മാത്രമേ നമുക്കിതിൽ പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ വരാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് 140 ലെവൽ വന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ ട്രേഡ് പ്രോഫിറ്റബിൾ ആവുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ അത് എക്സാക്റ്റ് കോസ്റ്റിൽ വന്നിട്ടുണ്ട് 141. നമുക്ക് ബ്രേക്ക് ഔട്ടാണ് വേണ്ടത്. നമുക്ക് സ്പോട്ട് ചാർട്ട് ഒന്ന് വാച്ച് ചെയ്യാം. മീൻ വൈൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ഡൗൺഫോൾ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു പുൾ ബാക്കിന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കുറച്ച് ലോസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം പോകുന്നത് കാണേണ്ടി വന്നത്. 140 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രേഡിൽ സേഫായി എന്ന് പറയാം. 140 വന്നിട്ടേ ഉള്ളൂ. ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഡേ ഹൈ എന്ന് പറയുന്നത് 188 ആണ്. 188.25 ഓപ്പൺ ഹൈ ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസും പ്രീവിയസ് ഡേ ക്ലോസിംഗ് ആയിട്ടുള്ള 200 ലെവൽ വരാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷേ നമുക്ക് ചാർട്ടിൽ എന്താണോ വരുന്നത് അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാം. ആസ് ഓഫ് നൗ 145 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൊമെൻ്റാണ് വേണ്ടത്. സ്പോട്ട് ലെവൽ നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാം. യെസ്, ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ലോ ലെവലിലേക്കെല്ലാം ഒരു ഫോൾ വരികയാണെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് മുൻപായിട്ട് ഈ ഒരു പ്രീവിയസ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോസ്റ്റ് തന്നെയാണ് 140 ലെവലിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കൺഫർമേഷനോ അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ് റിസ്കിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ആവറേജിങ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് വൺസ് നമ്മുടെ സോണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ എഗെയിൻസ്റ്റ് പോകുന്ന സമയത്ത് നമുക്ക് ആ രീതിയിലുള്ള അഡീഷൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് വരും. അത് എത്രത്തോളം നമുക്ക് ബെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി കൺസിഡർ ചെയ്യണമെന്ന് ആണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അഡീഷൻ്റെ കാര്യങ്ങളും ആഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഇത് കോസ്റ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊസിഷൻ സേഫായി എന്ന് നമുക്ക് പറയാനായിട്ടില്ല. ആ ഒരു റിസ്കിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്കൊരു 20-30 പോയിൻറ്റ്സ് എബവ് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതായത് 170 ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം. അതുവരെ ഈ ഒരു റിസ്ക് ഈ ഒരു പൊസിഷനിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു 155 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്പോട്ട് ചാർട്ട് നോക്കുമ്പോൾ നമുക്കൊരു എൻട്രി കൂടി കൊടുക്കാം ഈ ഒരു ലെവലിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ 146 ആണ് ആവറേജ് പ്രൈസ്. ഇപ്പോൾ 3 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ലോട്ട് പിരമിഡ് ചെയ്തിട്ടുണ്ട്. 156 എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വരാൻ ചാൻസ് ഉണ്ട്. 170 അതുപോലെ തന്നെ 188.25 ആണ് ഇപ്പോൾ ഉള്ള ഡേ ലോ. ഡേ ഹൈ ഓപ്പൺ ഹൈ ആണ്. ഇപ്പോൾ അതൊരു 153 ട്രേഡ് ചെയ്യുന്നുണ്ട്. 1500 ആണ് നമ്മുടെ പ്രോഫിറ്റ്. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ലാസ്റ്റ് എടുത്ത ഒരു എൻട്രി എന്ന് പറയുന്നത് 156 നമുക്കൊരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ ഡേ ഹൈയിൽ സ്ക്വയർ ഓഫ് ചെയ്യാം. സ്പോട്ട് ചാർട്ട് ഒന്ന് നമുക്ക് നോക്കാം. സ്പോട്ട് ചാർട്ടിലൊരു കണ്ടിന്യൂസ് ഡൗൺഫോൾ വരുന്നുണ്ട്. ഡേ ലോ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങും ഡേ ലോ എത്രത്തോളം മൊമെൻറ്റത്തിൽ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഗ്യാപ്പ് ഫില്ലിങ്ങും ടാർഗറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു 2.5K പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൊസിഷൻ കംപ്ലീറ്റ്ലി
നമ്മുടെ കൺട്രോളിലായിട്ടുണ്ടെന്ന് പറയാം. ബട്ട് റിസ്ക് റിമെയിൻസ് ദ സെയിം. റിസ്ക് ഉണ്ട്, ബിക്കോസ് അതൊരു നേക്കഡ് പൊസിഷനാണ്. ഹെഡ്ജിൻ്റെ പൊസിഷൻ ആണെങ്കിൽ റിസ്ക് നമുക്ക് കുറയ്ക്കാം. പക്ഷേ നേക്കഡ് പൊസിഷനിൽ എപ്പോഴും ഒരു റിസ്ക് നമുക്ക് എപ്പോഴും ഉണ്ട്. ഏതൊരു പോയിന്റിലും എന്ത് വേണമെങ്കിലും മാർക്കറ്റിൽ സംഭവിക്കാം. ഇപ്പോൾ ആ ഒരു ട്രേഡ് 160 ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. 160 ലെവലിൽ വന്നിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഒരു മൊമെൻറ്റം വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത്ര നേരം നമുക്ക് പതുക്കെ നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഒരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് അവേ ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നെ ഡേ ലോ ലെവൽ വരാൻ ആയോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യണം. ഡേ ലോ ലെവൽ എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നൊരു ലെവലാണ് ഡേ ലോ. അതുപോലെ തന്നെ ഡേ ഹൈ ലെവൽ. ഇപ്പോൾ നമ്മൾ 140 ലെവൽ എൻട്രി ചെയ്തു. അതുപോലെ തന്നെ 146-ലും 156-ലാണ് പിന്നെ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 20-30 പോയിൻറ്റ്സ് കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാം. 160 ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി 180 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷൻ ക്യാപിറ്റലൈസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ബട്ട് അതിന് മാത്രം നമുക്ക് ഡയറക്ഷനിലേക്ക് ഈ ഒരു ട്രേഡ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആസ് ഓഫ് നൗ നമുക്ക് നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് ഈ ഒരു ട്രേഡ്. പക്ഷേ ഒരു റിസ്ക് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ളൊരു കാര്യം. നമുക്ക് വെയിറ്റ് ചെയ്യാം. 158 160-ലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 3000 റുപ്പീസ് പ്രോഫിറ്റിലുണ്ടായിരുന്ന പൊസിഷൻ 3000 റുപ്പീസ് ലോസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതായത് ഡേ ലോ സപ്പോർട്ട് ലെവലിൽ നിന്നൊരു അപ്പ് മൂവാണ്. ഡേ ലോ വന്നിട്ടില്ല, സ്പോട്ടിൽ കോൾ ഓപ്ഷൻ ഡേ ലോ ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ വന്ന് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു അപ്പ് മൂവാണ് ലാസ്റ്റ് 15 മിനിറ്റ്സിൽ വന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു എൻട്രി കൺഫേം ആയാൽ എടുക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അറൗണ്ട് 125 ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും 140 ലെവൽ 23,450 പുട്ട് ഓപ്ഷനിൽ 140 ലെവലും 155 ലെവൽ, രണ്ട് ലെവൽസാണ് ഞാൻ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ സൈന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് അത്യാവശ്യം ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതാണ് നേരത്തെ പറഞ്ഞത്, നേക്കഡ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റിസ്കി പൊസിഷൻ തന്നെയാണ്. റിസ്ക് എപ്പോഴും ഇതിനകത്തുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. രണ്ട് ഡയറക്ഷനിലും ഈ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞു. ഓൾറെഡി ഫസ്റ്റ് നമുക്കൊരു 2,500-ൻ്റെ ലോസ് വന്നു. അതിനുശേഷം അത് റിക്കവർ ചെയ്ത് 3,000 പ്രോഫിറ്റ് വന്നു. അപ്പോൾ ആ ഒരു റാലിയിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു പ്രോബ്ലമാണ്. 156-ലാണ് നമ്മൾ ആഡ് ചെയ്തത്, ഹൈയിലാണ് നമ്മൾ ആഡ് ചെയ്തത്. അത് 160 ലെവൽ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടു. പക്ഷേ അത് അവിടെ നിന്നും ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ട് ബാക്ക് ടു 125 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ക്യാൻഡിൽ ഫോർമേഷൻ വരുന്നത് നോക്കിയതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. ആസ് ഓഫ് നൗ നമ്മൾ 3K ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3.5K ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സേഫായിട്ട് ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു പൊസിഷൻ ആഡ് ചെയ്യണം. കൺഫേം അതിന് ശേഷം ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 131-ലൊരു അഡീഷൻ കൊടുക്കുകയാണ്.
പക്ഷേ 31 എന്ന് പറഞ്ഞിട്ടത് എക്സിക്യൂട്ട് ആയത് 31.80, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 4 ലോട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 142 കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ആവറേജ് പ്രൈസ് 142. ഇപ്പോൾ അത് 3500 റുപ്പീസ് ലോസിലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡേ ലോന്ന് ഈ ഒരു 23,675 ലെവലിലേക്കെങ്കിലും, ഓപ്പണിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് സപ്പോർട്ട് ലെവലിലേക്കെങ്കിലും ഈ ഒരു സ്പോട്ട് ലെവലിൽ നിന്ന് ഒരു പുൾ ബാക്ക് കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വരും. ഓൾറെഡി 4K ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 4 ലോട്ട്സാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ ലെങ്തി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് മാത്രമാണ് ഞാനിപ്പം എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ലോങ് വീഡിയോ ആയി പോകും. അല്ലെങ്കിൽ തന്നെ നമ്മൾ 1 hour വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. 45-50 മിനിറ്റ്സ് എങ്ങനെയും വരുന്നുണ്ട്, 30 മിനിറ്റ്സ് പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എത്രത്തോളം ഡീപ്പ് നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ 4 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. 142 ആവറേജ് പ്രൈസ്, 4K ലോസിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. 5.7K ലോസിൽ സ്ക്വയർ ഓഫ് ചെയ്തു. 120.55 സ്ക്വയർ ഓഫ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രേഡ് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പോൾ അത് ഇനിയിപ്പം ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് സ്ക്വയർ ഓഫ് ചെയ്ത് ഡേ ലോ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പുട്ട് ഓപ്ഷൻ ഡേ ഹൈ വന്നു, എന്തായാലും ഇവിടെ നിന്നും ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു ലോസ് ലിമിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു 5.7K ലോസാണ് ഇപ്പോൾ ബെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നാളെ നോക്കാം. ഇന്നിപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.